അഖിൽ, എന്താ ആന്റി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നമ്മൾ ആവശ്യമല്ലാതെ ധൃതി പിടിച്ചു. എല്ലാം നിങ്ങൾ കാരണം ആന്റി. നിങ്ങൾ എന്നോട് നെക്ലേസിനെ പറ്റി പറയാതിരുന്നെങ്കിൽ ഞാൻ വഴക്ക് കൂടില്ലായിരുന്നു. അവരാഭരണം വാങ്ങിക്കുന്ന കാര്യം നിനക്കറിയില്ലല്ലോ. വേറെ എന്തോ നടക്കുന്നതായിട്ട് ഞാൻ വിചാരിച്ചു. നിനക്കും ചേർത്ത് ആഭരണം വാങ്ങുന്നു എനിക്കെങ്ങനെ അറിയാം? ഇനി ഒരിക്കലും നമ്മൾ ധൃതി പിടിക്കാൻ പാടില്ല. എന്തായാലും ശരി, ആലോചിച്ചിട്ടേ പ്രവർത്തിക്കാവൂ. അതെ, വീണ്ടും അഖിലിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇനി വീണ്ടും എന്നെ തെറ്റ് കാണിച്ചാലേ നിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അമ്മോ, എന്റെ മമ്മിയുടെ വീട്ടിൽ പോയി ജോലിയൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സൂക്ഷിച്ച് പെരുമാറിക്കോളാം. ഇതുപോലെ എഴുതേണ്ടത്. അനു, കീർത്തി, ഉണ്ണി, ബുക്സ് ഒക്കെ അടുക്കി വെച്ചിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വാ, ഡിന്നർ കഴിക്കാം. ഭാവന എടുത്തിയെ തലയിൽ കയറ്റി വെച്ചിട്ട് എന്നെ ചവിട്ടി താഴ്ത്തുകയാണ്. എടുത്തിയെ ഉയർത്തിയും എന്നെ താഴ്ത്തിയും കാണുന്നു. നിങ്ങൾ ആഭരണം അണിഞ്ഞ് എന്റെ ഫോട്ടോയിൽ മാലയും ചാർത്തിക്കോ. ഞാൻ ചത്താലല്ലാതെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടില്ല. ചേച്ചി, ഇന്ന് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ കിടന്നേ? വരും, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേണ്ട വസു, എനിക്ക് വിശപ്പില്ല. എന്താ ചേച്ചി ഇത്? ഒന്നും കഴിക്കാതെ കിടക്കാൻ പോവാണോ? എനിക്ക് മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. എന്നെ വിട്ടേക്ക്. ബസ് വിളിക്കുമ്പോ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? എന്തെങ്കിലും കഴിച്ചിട്ട് വാ ഭാവനെ. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഏട്ടാ. ഏട്ടൻ പോയി കഴിച്ചോ. ചേച്ചി കഴിക്കാതിരുന്ന ഭാസ്കരേട്ടൻ ഇങ്ങനെ കഴിക്കാൻ തോന്നും. വാ ചേച്ചി. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത് വസു, പ്ലീസ്. കാർത്തിക പറഞ്ഞത് ചേച്ചിക്ക് ഫീലായോ? അവള് ചെറിയ കുട്ടിയല്ലേ, അറിയാതെ ഓരോന്ന് പറയുന്നതാ. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നാൽ എങ്ങനെയാ ചേച്ചി? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല വസു. എന്റെ കാര്യം ആലോചിക്കുമ്പോഴാ വിഷമം. എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ വസു പറയുന്നത് ഭാവനെ, നീയും കൂടി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. മൂത്ത മരുമകളാണ് കൂടുതൽ മെച്യൂരിറ്റി കാണിക്കേണ്ടത്. ഈ ഒരു തവണത്തേക്ക് എന്നെ വിട്ടേക്ക്. നാളെ രാവിലെ കഴിച്ചോളാം. നീ ചെല്ലുമോളെ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഇളമേ, കാർത്തികേ, വരൂ, ഭക്ഷണം കഴിക്കാം. ഇന്ന് ഇവര് രണ്ടുപേരും ആഹാരം കഴിക്കുന്നില്ല എടുത്തി. അതെന്താ കഴിക്കാത്ത? എന്തോ വ്രതമാണ് പോലും. ഇപ്പോ എന്തിനു വേണ്ടിയ വ്രതം? ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വയറൊന്ന് കാലിയാവണം എടുത്തി. അപ്പോഴേ ഇവർ ആഹാരത്തിന്റെ വില മനസ്സിലാക്കൂ. എന്താകിൽ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ പറയുന്നതൊന്നും കാര്യാക്കണ്ട. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരൂ. നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോ, ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ എന്ത് പറ്റിയല്ലേ? ഇനി എന്താവാനാ? എല്ലാവർക്കും ആഭരണം വാങ്ങുന്ന കാര്യം എന്നോട് എന്തുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞില്ല? നീ ആ ധൃതി കാണിച്ചത്, അതിനെ എടുത്തി എന്ത് പഴിച്ചു? ഭാവനയോട് പറഞ്ഞു, എന്തുകൊണ്ട് കാർത്തിയോട് പറഞ്ഞില്ല? പറയണമെന്നാ വിചാരിച്ചേ. അതിനിടയ്ക്ക് സേഠ്ജി ആഭരണമായിട്ട് വന്നു. ഉടനെ ഞാൻ അഖിലിനോട് പറഞ്ഞതാ. അഖില് നിങ്ങളെ വിളിക്കുന്നതിന് മുൻപേ നിങ്ങൾ വന്നു. എല്ലാം കള്ളം. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഭാവനയ്ക്ക് വേണ്ടിയാ സേട്ടനെ വിളിച്ചു വരുത്തിയേ. അതെ,
ഭാവനയെടുത്തിയ ഹൈലൈറ്റ് ചെയ്ത് എന്നെ ഡീഗ്രേഡ് ചെയ്തു. വീണ്ടും ഓരോന്ന് പറഞ്ഞ് അടിച്ച് മോതിര ഷേപ്പ് മാറ്റി ഞാൻ. എടുത്തി ഇവരെ വിട്ടേക്ക്. ഇവർ കഴിച്ചാൽ എന്താ, കഴിച്ചില്ലെങ്കിൽ എന്താ? ഫുഡ് ബാക്കി വന്നാ റോഡിലെ ഭിക്ഷക്കാർക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. എന്താ അഖിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇവൻ ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ച എന്നെ നിങ്ങളല്ലേ? നല്ല നുണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ പറ്റി. നിങ്ങളെ പോലെ നുണ പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഒന്നും എടുത്തിക്കില്ല. ചക്കിക്കൊത്ത ചങ്കരന രണ്ടും. അതെ, നിങ്ങളുടെ ഏട്ടത്തി വലിയ നല്ലവളും ഞങ്ങള് മോശപ്പെട്ടവരും, അതല്ലേ ഉദ്ദേശിച്ചേ? അങ്ങനൊന്നും പറയല്ലേ കാർത്തിക. നിങ്ങൾ ആഹാരം കഴിക്കാൻ വരൂ. നിങ്ങളെ സംസാരം കേട്ടപ്പോഴേ ഞങ്ങളെ വയറ് നിറഞ്ഞു. ഞങ്ങൾക്ക് ആഹാരം വേണ്ട. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. നാണം കെട്ട് എങ്ങനെ കഴിക്കും? ഇവരെ പോം പറയാ എടുത്തി. ഏട്ടനും കുട്ടികളും വെയിറ്റ് ചെയ്യായിരിക്കും. എടുത്തി പോയി വിളമ്പി കൊടുക്കും. ചെല്ലേ എടുത്തി. എന്തു പറ്റി വസുന്ധര? എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഭാവനേച്ചി, ഇളയമ്മ, കാർത്തിക അവരാരും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. കാർത്തിക അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭാവനേച്ചിക്ക് ഒരുപാട് ഹേർട്ടായി. അഖില് വഴക്ക് പറഞ്ഞതിന് ഇളയമ്മയും കാർത്തികയും വിഷമിച്ചിരിക്കുക. ആവശ്യമില്ലാതെയോ സേഠ്ജിയുടെ ഏട്ടൻ വരാൻ പറഞ്ഞത്. എല്ലാത്തിനും പ്രശ്നം ആ ആഭരണങ്ങളാ. സ്വത്തില്ലാതിരുന്നപ്പോ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് പോലും ആർക്കും സന്തോഷമില്ല ഏട്ടാ. പണം ഉണ്ടായിരുന്നപ്പോഴും വിഷമം തന്നെ, പണം ഇല്ലാതിരുന്നപ്പോഴും വിഷമം തന്നെ. ഉണ്ണി, നീ ചെന്ന് ഞാൻ വിളിക്കുന്നു പറഞ്ഞ് വല്യമ്മയും വല്യച്ഛനെ കൂട്ടിക്കൊണ്ടുവാ. ശരിയച്ചാ. അനു, കീർത്തി, നിങ്ങൾ ചെന്ന് അമ്മമ്മയും ചെറിയച്ഛനെയും ചെറിയമ്മയും കൂട്ടിക്കൊണ്ടുവാ. ചെല്. ഏട്ടൻ എന്ത് ചെയ്യാൻ പോവാ? പറയാം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട. നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ശരിയാകും. അവരോടിപ്പോ ഒന്നും പറയാൻ പോകണ്ട. ഇന്ന് രാത്രി വരെ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വരെ തനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ സുന്ദര? ഞാൻ കാരണം ഏട്ടൻ ഇനി അവരോടൊന്നും. ഞാൻ വഴക്കിടില്ല. സംസാരിക്കാനാ പോകും. നിങ്ങൾ എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനാണ് വിളിച്ചത്. നാളെ രാവിലെ നമ്മളെല്ലാവരും കൂടെ വനഭോജനത്തിന് പോകുന്നു. വനഭോജനം എന്ന് പറഞ്ഞാൽ എന്താ അച്ഛാ? എന്ന് വെച്ചാ പിക്നിക് എന്ന അർത്ഥം. നമ്മള് പിക്നിക്ക് പോകുന്നേ. ഇപ്പൊ അടുത്ത് പോയി വന്നതല്ലേ ഉള്ളൂ അബി, പിന്നെന്തിനാ ഇപ്പോ? ഇളയമ്മേ, നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം തിരിച്ചു കിട്ടിയില്ലേ? നമ്മളെല്ലാവരും സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിന് നമുക്കതൊന്ന് ആഘോഷിക്കണ്ടേ? അതിനു വേണ്ടിയാ പോകുന്നത്. നാളെ നമുക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തേക്കാം. ആർക്കൊക്കെ എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാം. ഞാൻ ഓക്കെ ഏട്ടാ, ഞാൻ വന്നോളാം. നമുക്കൂടി പോവാടി. നമ്മൾ വരുന്നില്ലെന്ന് പറഞ്ഞാലേ അഖില് നമ്മൾ അടിച്ചു കൊല്ലും. പറയുന്ന കേൾക്ക്. അബിക്ക് വിഷമാവോ ഭാവനെ? നമുക്കും പോയിട്ട് വരാം. ഞങ്ങളും വരുന്നുണ്ട് അബി. ഞങ്ങളും വരുന്ന അബി. നമ്മളെല്ലാവരും പോകും. നാളെ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിക്കോ. ആർക്കൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ എടുത്തു വെച്ചോ. ഞങ്ങൾ ഓൾറെഡി റെഡിയാണ് അച്ഛാ. രാത്രി തന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എടുത്തു വെക്കാം അച്ഛാ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം.
നമ്മുടെ കുട്ടികളെ പോലെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. രാവിലെ നേരത്തെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് നേരത്തെ കിടക്കണം. സോ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. എടുത്തി ഇരിക്കെ ഏട്ടാ. പ്ലീസ് ഭാവനെ, വാ വന്ന് കഴിക്കേ. നീ ഇടയ്ക്ക് കയറി വേണ്ടാന്ന് പറയല്ലേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എല്ലാരും എന്താ നോക്കി നിൽക്കുന്നേ? നമ്മൾ കഴിക്കാനല്ലേ ഇവിടെ വന്നത്? വാ വാ വന്ന് കഴിക്കേ, വാ ഇരിക്കെ. വാ. എടാ അബി, എടി വസു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാതെ എന്റെ പക തീരില്ല. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരേ ഒരു അവസരം കിട്ടിയാൽ മതി എനിക്ക്. ഫിനിഷ്. ചേട്ടാ, വക്കീലിനോട് സംസാരിച്ചോ? എന്റെ ബെയിൽ എന്തായി? വേഗം ബെയിൽ കിട്ടും ചേട്ടാ. ചേട്ടൻ പുറത്തിറങ്ങും. ഇനിയും എത്ര നാളെടുക്കും? ആ അബിയുടെയും വസുവിന്റെയും കാര്യം എന്തായി? അവരെ പറ്റി പറയാനാ ചേട്ടാ വന്നത്. അവരുടെ ഫാമിലി മുഴുവൻ പിക്നിക്ക് പോകാൻ പോവുകയാണ്. എന്താടാ നീ പറയുന്നേ? അതെ ചേട്ടാ, അവരെല്ലാരും കൂടെ ചേർന്ന് വനഭോജനത്തിന് പോകാൻ പോവുകയാണ്. നല്ല വാർത്തയാടാ നീ പറഞ്ഞത്. ആ അഭിറാമിനെയും വസുവിനെയും കൊല്ലാനായിട്ട് ഇതാണ് പറ്റിയ അവസരം. നാളെ എങ്ങനെയാലും അവരെ തട്ടിയേക്കാൻ ചേട്ടാ. അതെനിക്കറിയേണ്ട കാര്യമില്ല. ഈ അവസരം മിസ് ചെയ്യരുത്. അവരുടെ മരണത്തിന് അവർ തന്നെ മുഹൂർത്തം കുറിച്ചു. അവര് തന്നെ അവസരം ഉണ്ടാക്കി തരികയാണ്. ഇപ്പൊ മിസ് ചെയ്താൽ പിന്നെ കഷ്ടമാണ്. ഇല്ല ചേട്ടാ, നാളെ എല്ലാവരെയും തട്ടിയേക്കാം. എല്ലാവരെയും ഒന്നും വേണ്ട. ആ അഭിറാമിനെയും വസുവിനെയും മാത്രം കൊന്നാ മതി. സൂക്ഷിച്ച്. ആ അഭി ഭയങ്കര ബുദ്ധിമാനാ. ആ വസു മോശമല്ല. നിങ്ങളൊരു ചെറിയ വീഴ്ച കാണിച്ചാൽ പോലും എന്നെ പോലെ അകത്ത് വന്ന് കിടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ആ അഭി നിങ്ങളെ രണ്ടുപേരെയും കൊല്ലും. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടാ. ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ തന്നെ അവരെ തട്ടിയിട്ട് ഞങ്ങൾ ചേട്ടനെ കാണാൻ വരാം. ശരി. അതുപോലെ എന്റെ ജാമ്യത്തിന്റെ കാര്യം അറേഞ്ച് ചെയ്യേ. ചെല്ലേ. ശരി ചേട്ടാ. ഡേയ് വേടാ. എടി വസു, നിന്റെ മരണം ഉറപ്പാ. നിങ്ങളുടെ ദിവസം എണ്ണപ്പെട്ടു. ഏട്ടനിപ്പോ എന്താ ചെയ്തേ? കൺമശി തൊട്ടതാ. എല്ലാവരും കണ്ണിലല്ലേ കൺമശി ചെയ്തെന്ന്. അപ്പോ ഇതുപോലെ വേറെ എവിടെയാ വെക്ക? മുഖത്ത് ദൃഷ്ടിപ്പെടാതിരിക്കാൻ തൊടാറുണ്ട്. അത് കല്യാണത്തിന് കല്യാണ പെണ്ണിന് വെക്കുന്നതാ. പിന്നെ
കൺമഷി എവിടെ? പറയേ. വേറെന്താ ചെയ്യാറ്? ദൃഷ്ടിപ്പെടാതിരിക്കാൻ കഴുത്തിൽ തൊടും. കഴുത്തിൽ ആരെങ്കിലും ദൃഷ്ടിപ്പെടാതിരിക്കാൻ കൺമഷി തൊടുവോ? അവിടെയും വെക്കാം. ഇപ്പൊ എന്തിനാ ദൃഷ്ടിപ്പൊട്ട് വെച്ചത്? അത്രയ്ക്ക് സൗന്ദര്യമുള്ളതുകൊണ്ട്. എപ്പോഴും ഉള്ളതുപോലെ അല്ലേ ഞാനിപ്പോ? ഇന്നത്തെ ദിവസം തന്നെ കാണാൻ വളരെ ഭംഗിയുണ്ട്. എന്നാലും ഈ റൂമിൽ ഞാനും ഏട്ടന് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ആരുടെ ദൃഷ്ടിപ്പെടാനോ? എന്റെ തന്നെ. എന്റെ മേലെങ്ങനെ ഏട്ടന്റെ ദൃഷ്ടിപ്പെടുക? ദൃഷ്ടിപ്പെടുന്ന രീതിയിൽ ഞാൻ തന്നെ നോക്കിയതുകൊണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ദൃഷ്ടിയൊന്നും പെടില്ല. അങ്ങനെ ആരാ പറഞ്ഞേ? സൗന്ദര്യമുള്ളവർക്ക് ആരുടെ ദൃഷ്ടി വേണമെങ്കിലും പെടാം. അതിനി ഭർത്താവിന്റെ ദൃഷ്ടിയാണെങ്കിലും ശരി. ഏട്ടൻ വെറുതെ ഓരോന്ന്. എന്റെ ഭാര്യയെ ഞാൻ എന്റെ കയ്യിൽ നിന്നും കൂടി രക്ഷിക്കണ്ടേ? എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു പുകഴ്ത്തണ്ട. എടോ, ഞാൻ സത്യ പറഞ്ഞ. ഏട്ടൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ചെവിക്ക് താഴെ ദൃഷ്ടി തൊടുന്നതിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഈ പൊട്ടിനെ പറ്റി ആരെങ്കിലും ചോദിച്ചാ ഞാൻ എന്താ പറയാ? ദൃഷ്ടി പൊട്ടാണെന്ന് പറഞ്ഞാ മതി. ആരുടെ ദൃഷ്ടിയാണെന്ന് ചോദിച്ചോ? എന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാ മതി. ശരിക്കും അങ്ങനെ പറയട്ടെ? അല്ല, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. ഭാസ്കരേട്ടനും അഖിലും അതിനുശേഷം ഏട്ടനെ കളിയാക്കിയാലോ? ഓ, എന്റെ ഏട്ടത്തി അനിയത്തിയും തന്നെ കളിയാക്കാതെ നോക്കിയാ മതി. ഏയ്, എന്താ ഇങ്ങനെ നിക്കുന്നേ? എന്താ ആലോചിക്കുന്നേ? ഭാസ്കരേട്ടനും അഖിലും കൂടി ഏട്ടനെ കളിയാക്കുന്നതും ഭാവനേച്ചിയും കാർത്തികയും എന്നെ കളിയാക്കുന്നതും ഒക്കെ ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കിയതാ. ശരിക്കും എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സന്തോഷമായിട്ട് ഇരിക്കുന്നത് മാത്രമല്ല, നമ്മളെല്ലാരും കൂടെ വനഭോജനത്തിന് പോവുക. അവിടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും വസുന്ധര. കുടുംബം മുഴുവൻ ഒരുമിച്ചുണ്ടാവാൻ വേണ്ടി വർഷത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് പോയി ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു ശീലമാണത്. അപ്പോഴൊക്കെ വീട്ടിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാൽ പോലും അച്ഛൻ ഞങ്ങളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുമായിരുന്നു. ഇപ്പൊ നമ്മളും അതാ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ കാര്യത്തിന് നമ്മൾ അച്ഛനോടാ താങ്ക്സ് പറയണ്ടേ. ഫാമിലി മൊത്തം ഇങ്ങനെ ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നതും ആ ദിവസം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ അതിന് എന്ത് പക്ഷേ? എന്താ കാര്യം എന്ന് പറയേ? കഴിഞ്ഞ തവണ നമ്മൾ പുറത്തു പോയപ്പോ കാർത്തിക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇളയമയും അങ്ങനെയായിരുന്നു. ഇന്നും അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഓർത്ത് എനിക്ക് പേടിയാവുക. അല്ലെങ്കിൽ തന്നെ ആഭരണത്തിന്റെ വിഷയം കാരണം കാർത്തിക നമ്മളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇളയമയും അങ്ങനെ തന്നെ ഏട്ടാ. അതെല്ലാം ശരിയാക്കാൻ വേണ്ടിയാണല്ലോ ഈ വനഭോജനം വസുന്ധര. അവിടെ പോയതിനു ശേഷം എല്ലാവർക്കും മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഈ നെഗറ്റിവിറ്റി എല്ലാം ക്ലിയർ ചെയ്യാം. നല്ലപോലെ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് തിരിച്ചു വരാം. ചേച്ചി ചേച്ചി എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കണം. ഈ ചിരിയാ ഈ വീടിന്റെ ഐശ്വര്യം. അപ്പൊ നിന്റെ ചിരി എന്റെ അനിയന്റെ ഐശ്വര്യാണോ? ഒന്ന് പോ ചേച്ചി. വല്യമ്മ ചോദിച്ച ബാഗ്. ആ ബാഗ് എന്തിനാ ഉണ്ണി? ഈ ബോക്സ് ഒക്കെ ഇതിനകത്ത് എടുത്ത് വെക്കാനാ വസു. അമ്മേ, അടുക്കളയിൽ നിന്ന് ഭക്ഷണത്തിന്റെ വാസന ഗുമുഗുമാന്നടിക്കുന്നുണ്ട്.
രാവിലെ തന്നെ വസും ഭാവനെ എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിക്നിക്കില് ഒരു പിടി പിടിക്കണം. നിങ്ങൾക്ക് ഭക്ഷണവും രണ്ടാം കല്യാണവും അല്ലാതെ വേറൊന്നും തലയിൽ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിന്നെ വേറെ എന്ത് വിചാരിക്കാനാടി? വയറ് നിറയെ കഴിക്കണം, പിന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണം. ആ, മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. നന്നായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണം. ആരാടി കൂർക്കം വലിക്കുന്നേ? നിങ്ങൾ തന്നെ. പെൺ ബഗാസുരനെ പോലെ തിന്നിട്ട് പെൺ കുംഭകരനെ പോലെ കിടന്നുറങ്ങും. അത് നീ തന്നെയായിരിക്കും ചെയ്യുന്നേ. നീ എന്നെ കുറ്റപ്പെടുത്താണോടി? കഴുകനെ പോലെ തിന്നിട്ട് പന്നിയെ പോലെ ഉറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ കഴുതയെ പോലെ തിന്നിട്ട് പോത്തിനെ പോലെ കിടന്നുറങ്ങും. നീ എരുമയെ പോലെ തിന്നിട്ട് മുള്ളം പന്നിയെ പോലെ കിടന്നുറങ്ങുന്നു. നിങ്ങൾ രണ്ടും പെൺവർഗം തന്നെയാണോ? ഏത് നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി. വഴക്ക് കൂടിയപ്പോ ഉദാഹരണമായിട്ട് പറഞ്ഞ ആ മൃഗങ്ങൾ പോലും ലജ്ജ കൊണ്ട് തല താഴ്ത്തും. ചീത്ത വിളിക്കാൻ തുടങ്ങിയത് ഞാനല്ല, ഇവളാ. എന്നെ കണ്ടിട്ട് ബഗാസുരൻ കുംഭകർണൻ എന്നൊക്കെയാ പറഞ്ഞത്. നിങ്ങൾ എന്താ കുറഞ്ഞ പുള്ളിയാണോ? നിങ്ങൾ എന്നെ കഴുകണമെന്ന് പറഞ്ഞില്ലേ? വീണ്ടും ഓരോന്ന് പറഞ്ഞ് വഴക്ക് കൂടാൻ നിൽക്കണ്ട. ടൈം ഒരുപാടായി. വരുന്നെങ്കിൽ വാങ്ങോട്ട്, അല്ലെങ്കിൽ രണ്ടിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോകും. ഞാൻ റെഡിയാണ് അഖിൽ. ഞാനും റെഡിയാടാ. പിന്നെ അങ്ങോട്ട് അങ്ങോട്ടും പാടി ഇങ്ങോട്ടും. അമ്മയച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ ബി? പിക്നിക്കിന് അവരെയും കൂടെ കൊണ്ടുപോകായിരുന്നു. അച്ഛനെ ഫോൺ ചെയ്തായിരുന്നു കേട്ടാ. പാടത്തെന്തോ പണി നടക്കുക, മാത്രമല്ല അമ്മയ്ക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്നാൽ സൗകര്യം പോലെ നമുക്ക് നാട്ടിലേക്കൊന്ന് പോയാലോ? അവിടേക്കൊന്ന് കണ്ടിട്ട് കുറേ നാളായില്ലേ? ശരിയാണ് കേട്ടാ. നാട്ടിലേക്ക് പോയി നമുക്ക് അമ്മയും അച്ഛനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എന്തോ വണ്ടി ഇതുവരെ കാണുന്നില്ല. അവർ തന്നെ വിളിച്ചിരുന്നോ ബി? വിളിച്ചിരുന്നു കേട്ടാ. അവർ പുറപ്പെട്ടു എന്നാ പറഞ്ഞേ. എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അയ്യോ അമ്മമ്മേ, അയ്യോ അമ്മമ്മേ, അമ്മമ്മേ, അമ്മേ, അയ്യോ അമ്മേ. സോറി അമ്മേ, ഞങ്ങൾ കണ്ടില്ല. വിടടാ, അവരോട് സോറി. എന്താടാ നോക്കി നിൽക്കുന്നേ? പിടിച്ചെണീപ്പിക്കടാ. എന്റെ അമ്മേ, സോറി അമ്മമ്മേ. എന്ത് സോറിയടാ? എന്നെ താഴെ തള്ളിയിട്ടിട്ട് സോറി പറയുന്നോടാ? അമ്മേ, ആ നശിച്ച പാവയായിട്ട് എന്താടാ കളി? അത് ഞങ്ങളുടെ പാവയൊന്നുമല്ല, അത് ബോളാ. അത് ബോളാണെന്ന് പോലും അമ്മൂമ്മയ്ക്ക് അറിയില്ലല്ലോ. അമ്മൂമ്മ ബാഡാ. വിരലിന്റെ എത്ര പോലും ഇല്ല. എന്നെ ഉപദേശിക്കുന്നോടാ? ഇവര് പറഞ്ഞത് കേട്ടില്ലേ? സത്യമല്ലേ പറഞ്ഞത്? ചെറിയച്ച, എന്താ ഉണ്ണി? അമ്മമ്മയ്ക്ക് ഒരു ചെറിയ പാഠം പഠിപ്പിച്ചു കൊടുത്താലോ? പാഠം പഠിപ്പിക്കാൻ തന്നെ വേണം. ഇവര് കുറച്ച് ഓവറാടാ. ഒരു കാര്യം ചെയ്യാൻ ചെറിയച്ച. ഞങ്ങളൊക്കെ റെഡിയാണ്. നിങ്ങളൊക്കെ റെഡിയല്ലേ? റെഡിയായില്ലേ? ഞങ്ങളിതാ വരുന്നു. ചെറിയച്ച, ഈ സാരിയിൽ അമ്മമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നന്നായിട്ടുണ്ട് ഇളയമേ. പക്ഷെ ഈ കഴുത്തിലെ മാലയ്ക്ക് പകരം നെക്ലസ് ആണ് ഇട്ടിരുന്നെങ്കിൽ ഐശ്വര്യ റായി പോലെ തോന്നിയനെ. ഞാൻ നെക്ലേസ് അണിഞ്ഞ ഐശ്വര്യ റായിയെ പോലെ ആവുന്നു. അതെ ചെറിയച്ച, ഈ ചെയിൻ അമ്മമ്മയ്ക്ക് അത്രയ്ക്ക് ചേരുന്നൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ ചെയിന് മാറ്റിയിട്ട് നെക്ലേസ് ഇട്ടോട്ട് വരാം. അപ്പൊ ഐശ്വര്യ റായിയെ പോലെ ഇരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അമ്മമ്മയുടെ കഴുത്തിന് ഈ നെക്ലസ് ചേരുന്നുണ്ടോ ചെറിയച്ച? നെക്ലസ് ഓക്കെയാണ്, പക്ഷേ ഈ ബാംഗിൾസ് ഓക്കെ അല്ല. ഈ ബാംഗിൾസ് മാറ്റിയാലേ മാധുരി ദീക്ഷിതിനെ പോലെ ഇരിക്കും. ഈ ബാംഗിൾസ് ഞാൻ മാറ്റല്ലേ? വേറെ എന്തെങ്കിലും മാറ്റണോ?
അവര് നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ഭ്രാന്തിയെ പോലെ അവര് പറയുന്നതൊക്കെ അനുസരിക്കുകയാണോ?